നമസ്കാരം. മകളുടെ വിവാഹത്തിന് സ്വരൂപിച്ച സ്വർണവും പണവുമായി 2 മാസം മുൻപ് മുങ്ങിയയാൾ കാമുകിയെ വിവാഹം ചെയ്തു. വെങ്ങോല പഞ്ചായത്തിലെ തണ്ടേക്കാടാണ് സംഭവം. മകളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം ആരംഭിച്ച പോലീസ് കാനഡയിൽ ജോലിയുള്ള തിരുവനന്തപുരം സ്വദേശിനിയോടൊപ്പം കഴിയുകയായിരുന്ന ഇയാളെ കണ്ടെത്തി. പോലീസ് ഉപദേശിച്ചിട്ടും സ്ത്രീയെ പിരിയാൻ ഇയാൾ തയ്യാറായില്ല. പണവും സ്വർണവും ചേർത്ത് 5 ലക്ഷത്തിന്റെ മുതലുമായി വിവാഹത്തിന് 1 മാസം മാത്രമുള്ളപ്പോഴാണ് ഇയാൾ നാടുവിട്ടത്. നിശ്ചയിച്ചിരുന്ന പ്രകാരം വിവാഹം നടത്താൻ വരൻ തയ്യാറായി. എന്നാൽ വിവാഹ കർമ്മം നടത്താനായെങ്കിലും എത്തണമെന്ന മകളുടെ അഭ്യർത്ഥന അംഗീകരിക്കാൻ പോലീസ് ആവശ്യപ്പെടുകയായിരുന്നു. ഇത് ഇയാൾ അംഗീകരിച്ചു. ഇയാൾക്കൊപ്പം കൂടിയ സ്ത്രീക്ക് കാനഡയിൽ ഭർത്താവ് ഉണ്ടെന്നാണ് വിവരം. കമനാക്കൾ തമിഴ്നാട്ടിലെ ക്ഷേത്രത്തിൽ വെച്ചാണ് വിവാഹിതരായെന്ന സൂചനയും പോലീസിന് ലഭിക്കുകയായിരുന്നു. എന്തായിരുന്നാലും ഈ വെങ്ങോല പഞ്ചായത്തിലെ തണ്ടേക്കാടിൽ നിന്നുള്ള ഈ സംഭവം സമൂഹ മാധ്യമങ്ങളിൽ വൻ പ്രതികരണങ്ങളാണ് ഉയർത്തിയിരിക്കുന്നത്. പിതാവിന്റെ ഈ നീക്കം മകളുടെ ജീവിതം തകർത്തുവെന്ന് ആരോപിച്ചാണ് നാട്ടുകാരും സോഷ്യൽ മീഡിയ ഉപഭോക്താക്കളും ഒക്കെ തുറന്നടിക്കുന്നത്. മകളുടെ ഭാവി കെടുത്തി സ്വന്തം ജീവിതം പടുത്തുയർത്തുന്ന ഒരാളുടെ മനസാക്ഷി അല്ലെങ്കിൽ ഒരു അച്ഛന്റെ മനസാക്ഷി എന്തായിരിക്കുമെന്ന ചോദ്യങ്ങളാണ് കമന്റുകളിലൊക്കെ നിറയുന്നത്. പോലീസ് ഇയാളെ കണ്ടെത്തിയെങ്കിലും ആ കാമുകിയെ വിട്ടുപിരിയാൻ തയ്യാറാകാതിരുന്നതോടെ മകളുടെ കണ്ണീരും പ്രാർത്ഥനയും ഒക്കെ അവഗണിക്കപ്പെടുന്ന ഒരവസ്ഥയായിരുന്നു. സമൂഹ മാധ്യമങ്ങളിലൊട്ടാകെ മനുഷ്യബന്ധങ്ങളുടെ മൂല്യവും ഉത്തരവാദിത്വവും നഷ്ടപ്പെട്ട ഒരു കാലത്തിന്റെ ദൃശ്യങ്ങളായി ഈ ഒരു സംഭവം വിലയിരുത്തപ്പെടുകയാണ്. സമാനമായ മറ്റൊരു സംഭവം തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. 7 മാസത്തിനിടെ ഭാര്യ കാമുകനൊപ്പം 5 തവണ ഒളിച്ചോടി. തുടർന്ന് 38-കാരൻ 4 കുട്ടികളുമായി നദിയിൽ ചാടി ജീവനൊടുക്കി. ഈ സംഭവത്തോടെ സൽമാൻ എന്ന് പറയുന്ന യുവാവിന്റെ കുടുംബം പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. ഇപ്പോൾ സൽമാന്റെ പിതാവും ഇളയ മകനും മാത്രമാണ് വീട്ടിൽ അവശേഷിക്കുന്നത്. ഭാര്യയുടെ തുടർച്ചയായ ഒളിച്ചോട്ടത്തെക്കുറിച്ച് സൽമാൻ കുടുംബത്തോട് പറയാതിരുന്നത് ബന്ധുക്കൾക്ക് വലിയ ദുഃഖമുണ്ടാക്കി. അവൻ നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഞങ്ങൾ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമായിരുന്നുവെന്നും സൽമാന്റെ അമ്മാവൻ ജമീൽ പ്രതികരിച്ചു. ഷംലി ജില്ലയിലെ കൗരാന ടൗണിൽ യമുന നദിക്ക് കുറുകെയുള്ള പാലത്തിലാണ് ഇത്തരത്തിൽ ഈ ഒരു ദാരുണമായ സംഭവം ഉണ്ടായത്. സൽമാൻ തന്റെ മക്കളായ മെഹക് 12 വയസ്സായിരുന്നു, 5 വയസ്സുകാരി ഷിഫ, മകൻ 3 വയസ്സുകാരനായ അയാൻ, 8 മാസം പ്രായമുള്ള ഈനായിഷ എന്നിവരുമായി പാലത്തിലെത്തി. ആദ്യം 2 കുട്ടികളെ നദിയിലേക്ക് എറിഞ്ഞ ശേഷം മറ്റു 2 പേരെയും ചേർത്ത് പിടിച്ച് ഇയാൾ സ്വയം ചാടുകയായിരുന്നു. ഈ കടും കൈ ചെയ്യുന്നതിന് മുൻപ് സൽമാൻ 3 വീഡിയോകൾ റെക്കോർഡ് ചെയ്യുകയും അവ സഹോദരി ഗുലിസ്തയ്ക്ക് വാട്സാപ്പിൽ അയക്കുകയും ചെയ്തിരുന്നു. ഈ മരണങ്ങൾക്ക് കാരണം തന്റെ ഭാര്യയാണെന്നും ഇയാൾ വീഡിയോയിൽ കുറ്റപ്പെടുത്തി. 14 വർഷം മുമ്പാണ് സൽമാൻ ഖുഷ്നുമയെ വിവാഹം ചെയ്തത്. ജിൻജാന പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള അസീസ്പൂർ സ്വദേശിനിയാണ് ഖുഷ്നുമ. മുസാഫർ നഗറിലെ ജൗള ഗ്രാമത്തിലുള്ള ഒരാളുമായി ഖുഷ്നുമയ്ക്ക് ബന്ധമുണ്ടായിരുന്നതായി അവരുടെ ബന്ധുവായ അഫ്സാൻ അൻസാരി പറയുന്നു. ഇയാളുടെ സഹോദരി കൈരാനയിൽ സൽമാൻ വാടകയ്ക്ക് താമസിക്കുന്ന വീടിനടുത്താണ് താമസിച്ചിരുന്നത്. അവിടെ വെച്ചാണ് ഇവരുടെ പ്രണയം മുട്ടിട്ടത്. ഏകദേശം 7 മാസം മുൻപായിരുന്നു ആദ്യമായി ഇവർ ഒളിച്ചോടിയത്. പിന്നീട് തിരികെ എത്തിയ ഖുഷ്നുമ മാപ്പ് പറയുകയും ആവർത്തിക്കലെന്ന വാക്ക് നൽകുകയും ചെയ്തു. എന്നിട്ടും അവൾ വീണ്ടും കാമുകനൊപ്പം ഒളിച്ചോടി. ബന്ധം അവസാനിപ്പിക്കാൻ ഇരു കുടുംബങ്ങളും ആവശ്യപ്പെട്ടിട്ടും അവൾ വഴങ്ങിയില്ല. സൽമാനോടൊപ്പം ജീവിക്കാൻ താല്പര്യപ്പെടില്ലെന്നും അറിയിച്ചു. തുടർച്ചയായ അപമാനങ്ങൾക്കിടയിലും സൽമാൻ ഭാര്യയെ ന്യായീകരിക്കുകയും മറ്റുള്ളവരോട് ഇടപെടരുതെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നതായി അഹ്സാൻ അൻസാരി പറയുന്നു. കുട്ടികളെയും അവരുടെ അന്തസ്സിനെയും സംരക്ഷിക്കാൻ സൽമാൻ വിവാഹമോചനം നേടി വീണ്ടും വിവാഹം കഴിക്കാൻ ഞങ്ങൾ നിർദ്ദേശിച്ചുവെന്നും അൻസാരി പറയുന്നുണ്ട്. എന്നാൽ സൽമാൻ അതിന് വിസമ്മതിച്ചു. പക്ഷേ മരിച്ചാലും അവളെ ഉപേക്ഷിക്കാൻ കഴിയില്ലെന്നാണ് അവൻ പറഞ്ഞത്. അവളുടെ ബന്ധം അറിയാമായിരുന്നിട്ടും സൽമാൻ പോലീസിൽ പരാതി നൽകുകയോ ബന്ധുക്കളോട് പറയുകയോ ചെയ്തിരുന്നില്ല. രണ്ടാമത് വിവാഹം കഴിക്കുന്ന ഭാര്യ തന്റെ 4 മക്കളെ അംഗീകരിക്കില്ലെന്ന് അവൻ കരുതിയിരിക്കാമെന്നും അമ്മാവൻ ജമീൽ കൂട്ടിച്ചേർത്തു. നദിയിലേക്ക് ചാടുന്നതിന് മുൻപ് സൽമാൻ 3 വീഡിയോകൾ എടുക്കുകയായിരുന്നു. ആദ്യ വീഡിയോയിൽ തന്റെ മരണത്തിന് ഉത്തരവാദികളായ ആളുകളുടെ പേര് പറഞ്ഞുകൊണ്ടാണ് ഇയാൾ വീഡിയോ ചെയ്തത്. തുടർന്ന് മെഹക് മോളെ, നമ്മൾ എല്ലാവരും മരിക്കും, ആരാണ് നമ്മുടെ മരണത്തിന് ഉത്തരവാദി? അത് നിങ്ങളുടെ അമ്മയാണ്. രണ്ടാമത്തെ വീഡിയോയിൽ ഈ സ്ത്രീ എന്റെ ജീവിതം 7 മാസമായി നശിപ്പിച്ചു. സർക്കാരിൽ നിന്നോ മറ്റാരിൽ നിന്നോ ഒരു പ്രതീക്ഷയുമില്ല. ഭാവിയിൽ മറ്റാരും ഇത് ചെയ്യാതിരിക്കാൻ ഞാൻ 5 ജീവൻ അപകടത്തിലാക്കി. മൂന്നാമത്തെ വീഡിയോയിൽ ഞാൻ എന്തെങ്കിലും തെറ്റു ചെയ്യുകയാണെങ്കിൽ ദയവായി എന്നോട് ക്ഷമിക്കുക. എന്റെ പിതാവിനോട് എനിക്ക് ഒരുപാട് സ്നേഹമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ പിതാവിനോട് മാപ്പ് അപേക്ഷിച്ചുകൊണ്ടുമാണ് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്.